നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷനായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ അതിഥികളായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് അംഗം ശ്രുതി രാഗേഷ്, പയ്യൂർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി MV സതീഷ് ബാബു, രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം സെക്രട്ടറി KN സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലെ പുതിയ ശ്രീകോവിലിന്റെ ശില്പി ശിവകുമാർ, കീഴ്ക്കാവ് നിർമ്മാണം നടത്തിയ ദിലീപ് കുമാർ എന്നിവരെ ആദരിച്ചു. ഫെബ്രുവരി 5 വരെയാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KS സുദർശൻ നിർവഹിക്കും. ഫെബ്രുവരി 3 ഉച്ചയ്ക്ക് 12:46 മുതൽ 1:45 വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ പൂർണ്ണതയിലെത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രോഗ്രാമുകളാണ് ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ വിപുലമായിട്ടുള്ള ഒരു മഹോത്സവം എന്ന നിലയിലേക്ക് ഉയർന്ന ഒരു ആഘോഷ പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭക്തിയും നല്ല നന്മയുള്ള കാര്യമൊക്കെ ചെയ്യാം, ഒക്കെ ശരി തന്നെ. പക്ഷെ സ്നേഹത്തിന്റെ വില, ഒരിക്കലും സ്നേഹമില്ലാത്തൊരവസ്ഥ വെളുത്തവരിലും കറുത്തവരിലും സമുദായത്തെയും രാഷ്ട്രീയത്തെയും മനസ്സിലാക്കി ജനങ്ങൾ തമ്മിൽ അടികൂടി ആ രീതിയിൽ ജീവിക്കാതെ ശുദ്ധ മനസ്സോടെ നല്ലവരായി സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് ജീവിക്കണം നമ്മൾ തയ്യാറാണ്. വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാനുള്ള ധൈര്യവും പ്രചോദനം തന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രചോദനവും നമ്മുടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെയും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മെമ്പർമാരൊക്കെ തന്നെ. നമുക്കറിയാം, കേരളത്തിൽ തന്നെ നമ്മുടെ അറിവിൽ അപൂർവം എന്ന് പറഞ്ഞ കൂടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. നമ്മുടെ അറിവിൽ മാത്രമല്ല, നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്.